ഉമേഷ്, ഒരുപക്ഷെ ഈ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടാണോ രാമചന്ദ്രൻ കാശ്മീരിലേക്ക് പോയത്? അതെ ജിംഷാദ്, തിങ്കളാഴ്ചയാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നത്. രാമചന്ദ്രനും ഭാര്യയും മകളും മകളുടെ 2 മക്കളും ഇരട്ടക്കുട്ടികളാണ്. അങ്ങനെ 5 പേരടങ്ങുന്ന ആ ഫാമിലി, ആ കുടുംബമാണ് ഈ പഹൽഗാമിലേക്ക് പോയത്. തിങ്കളാഴ്ച രാവിലെ ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഹൈദരാബാദ് വഴിയാണ് അവർ കാശ്മീരിലെത്തുന്നത്. അവിടെ തിങ്കളാഴ്ച എത്തി. അതിനുശേഷം ഇന്നലെയാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നത്. അവർ പറയുന്ന അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞ വിവരമനുസരിച്ച് ഈ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് ട്രക്കിങ്ങിന് വേണ്ടി ഈ അച്ഛനും മകളും, അതായത് രാമേന്ദ്രനും അദ്ദേഹത്തിൻ്റെ മകളുമാണ് ഈ ട്രക്കിംഗ് നടത്താൻ വേണ്ടി പോയത്. അമ്മ, അതായത് രാമേന്ദ്രൻ്റെ ഭാര്യയും ഈ കൊച്ചുമക്കളും, ഈ രാമേന്ദ്രൻ്റെ ഭാര്യയ്ക്ക് ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് അവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയില്ല. ഒപ്പം കൊച്ചുമക്കളും വാഹനത്തിൽ തന്നെയായിരുന്നു. രാമേന്ദ്രൻ്റെ മകളുമാണ് ഈ ട്രക്കിങ്ങിനായിട്ട് അവിടെ കുതിരസവാരി അടക്കം ഉള്ള വിനോദസഞ്ചാരം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോവുകയും അവിടെയായിരുന്നു, ആ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഈ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അതിൽ അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുന്നത്. അതിന് ഈ രാമേന്ദ്രൻ വെടിയേറ്റ് വീഴുമ്പോൾ ഈ മകൾ അതിന് സാക്ഷിയായിരുന്നു എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. മകളുടെ കൺമുൻപിൽ വെച്ചാണ് രാമേന്ദ്രന് വെടിയേൽക്കുന്നത്. പിന്നീട് മകൾ തന്നെയാണ് ഈ ഇവിടേക്ക് വിളിച്ച്, തൃപ്പൂണിത്തുറയിൽ ഈ രാമേന്ദ്രൻ്റെ ഭാര്യ സഹോദരിയുണ്ട്, ബന്ധു അവിടെയാണ്, അവിടെയൊക്കെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ അച്ഛന് നേരെ ആക്രമണമുണ്ടായി, ഇത്ര വെടിയേൽക്കുകയുണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ മകൾ തന്നെയാണ് ഇവിടേക്ക് വിളിച്ചു പറഞ്ഞത്. അങ്ങനെയാണ് ഇവിടെയുള്ളവരൊക്കെ ഈ കാര്യം അറിയുന്നത്. തിങ്കളാഴ്ച ഇന്നലെ ഈ സംഭവം നടക്കുന്നു. ഇന്നലെയേറെ വൈകിയാണ് ഇവിടേക്കൊക്കെ അത്തരം വിവരങ്ങളൊക്കെ എത്തുന്നത്. അതിനുശേഷം ഇന്നലെ മുതൽ നിരവധി പേരാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ രാമേന്ദ്രൻ്റെ ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികളും ഒക്കെ ഏറെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. നാട്ടുകാർ, ബന്ധുക്കളൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും പലരുമായി ഇവിടേക്ക് വന്നു. അവരുമായൊക്കെ നമ്മൾ സംസാരിക്കേണ്ടത്. എല്ലാവരും ഈ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ ഞെട്ടലിലാണ്. അവരുടെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. കാരണം ഇവിടെ തിങ്കളാഴ്ച ഇന്ന് അങ്ങനെ ഒരാളില്ല എന്നുള്ളത് അവർക്ക് വിശ്വസിക്കാവുന്നതിലും അപ്പുറമാണ്. എല്ലാവരും ഏറെ ദുഃഖത്തിലാണ്. താങ്ങാവുന്നതിൽ വലിയ വിഷമം അവർക്കൊക്കെയുണ്ട്. ഇന്നിപ്പോൾ ഈ രാമേന്ദ്രൻ്റെ മൃതദേഹം രാത്രിയോടെ ഇവിടേക്ക് എത്തിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് ശ്രീനഗറിൽ നിന്ന് ദില്ലിയിലേക്ക് ഉച്ചയോടെ ഈ മൃതദേഹം എത്തിക്കും. അവിടെ നിന്ന് കൊച്ചിയിലേക്ക് ഉള്ള വിമാനം 4:20 അവിടെ നിന്ന് പോരുക എന്നാണ് അറിയുന്നത്. രാത്രി 7:30-8 മണിക്കുള്ളിൽ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കും. അതിനുശേഷം ജില്ലാ കളക്ടർ അടക്കമുള്ളവർ സ്ഥലത്തുണ്ടാവും എന്നാണ് അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. മൃതദേഹം ഏറ്റുവാങ്ങിയ ശേഷം ഈ എടപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഔദ്യോഗികമായി ബന്ധുക്കൾ ഇക്കാര്യം അറിയിച്ചിട്ടില്ല, കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്ന വിവരമനുസരിച്ച് ഈ വീട്ടിലേക്ക് തന്നെയാണ് മൃതദേഹം കൊണ്ടുവരിക. ഇവിടെ പക്ഷേ സ്ഥലപരിമിതിയുണ്ട്. പൊതുദർശനമൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട്. ഇവിടെ ഈ റെസിഡൻസ് അസോസിയേഷനിലൊക്കെ വളരെ സജീവമായിരുന്നു രാമേന്ദ്രൻ. ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു രാമേന്ദ്രൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് മറ്റ് സഹപ്രവർത്തകരൊക്കെ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം വേണം എന്നവരൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പരിസരത്ത് തന്നെയുള്ള ഏതെങ്കിലും സൗകര്യപ്രദമായൊരു ഹാളിൽ പൊതുദർശനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നാളെ ആയിരിക്കും സംസ്കാരം എന്നാണ് അനൗദ്യോഗികമായി അറിയാൻ കഴിഞ്ഞത്. കാരണം ഇന്ന് രാത്രിയെ മൃതദേഹം എത്തിക്കുകയുള്ളൂ. അതിനുശേഷം പൊതുദർശനമൊക്കെ നടത്തേണ്ടതുണ്ട്. ഒട്ടേറെ പേർക്ക് ആദരാഞ്ജലിയൊക്കെ അർപ്പിക്കാൻ വേണ്ടി വരും. കാരണം ഈ നാട്ടിലേറെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ് രാമചന്ദ്രൻ. അതുകൊണ്ട് അദ്ദേഹത്തെ അവസാനമായി കാണാൻ നിരവധി പേർ എത്തുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് പൊതുദർശനമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ ആയിരിക്കും ഉണ്ടാകുക. സ്ഥലം ഔദ്യോഗികമായി അറിയിക്കുന്നതേ ഉള്ളൂ. എന്തായാലും പൊതുദർശനത്തിനൊക്കെ ശേഷം നാളെ ആയിരിക്കും സംസ്കാരം എന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ടുള്ള ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും വലിയ വിഷമത്തിലാണ്, അതീവ ദുഃഖത്തിലാണ്. അതോടൊപ്പം ഈ ഭീകരാക്രമണത്തിൽ ഈ ഇടപ്പള്ളി സ്വദേശി മരിച്ചു എന്നതിൻ്റെ ആ വിവരം അറിഞ്ഞതിൻ്റെ ഞെട്ടലിലുമാണ് ഇവിടുത്തെ നാട്ടുകാർ. അജിംഷ, തീർച്ചയായും ഈ രാമചന്ദ്രനൊപ്പമുള്ള കുടുംബാംഗങ്ങൾ എപ്പോഴാണ് ഇവിടേക്ക് എത്തുക? ഉപേഷ്, അത്തരം വിവരങ്ങൾ? ഈ രാമേന്ദ്രൻ്റെ ഭാര്യ സഹോദരിയാണ് തൃപ്പൂണിത്തുറയിലുള്ളതായി ഇവർ പറയുന്നത്. ഒപ്പം മറ്റൊരു സഹോദരി മാന്നാറിലുമുണ്ട് എന്നാണ് അറിയുന്നത്. രാമേന്ദ്രൻ്റെ മകൻ ബാംഗ്ലൂരായിരുന്നു. ആദ്യം അറിയാൻ കഴിഞ്ഞിരുന്നത് ഈ ബാംഗ്ലൂരിലുള്ള മകൻ ശ്രീനഗറിലേക്ക് പോകും, പിന്നീട് ഒരുമിച്ചായിരിക്കും മൃതദേഹവുമായി ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ളതാണ്. പക്ഷേ അതിവേഗം നടപടികൾ അവിടെ പൂർത്തിയാകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തിൽ ഡൽഹിയിൽ അധികം വൈകാതെ തന്നെ ഉച്ചയോടെ തന്നെ മൃതദേഹം എത്തിക്കും. അവിടെ നിന്ന് എറണാകുളത്തേക്കും നെടുമ്പാശ്ശേരിയിലേക്കും കൊണ്ടുവരും. അതുകൊണ്ട് ബാംഗ്ലൂരിലുള്ള മകൻ നേരെ എറണാകുളത്തേക്ക് തന്നെ വരിക എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. വൈകുന്നേരത്തോടെ അവരെല്ലാം എത്തും എന്നാണ് കരുതുന്നത്. ഒപ്പം ബന്ധുക്കളാണെങ്കിൽ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ല.
ഈ അയൽക്കാരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. വീട്ടുകാർ ഒരുപക്ഷെ ആ സമയത്തായിരിക്കാം നെടുമ്പാശ്ശേരിയിലും ഇവിടെയുമൊക്കെയായി ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം അവരൊക്കെ വരിക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അയൽക്കാരും അങ്ങനെയുള്ളവരുമൊക്കെയാണുള്ളത്. നേരത്തെയൊക്കെ നമ്മൾ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ എടുത്തിരുന്നു. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ മൃതദേഹം കൊണ്ടുവരുമ്പോൾ എവിടെയാണ് പൊതുദർശനം, എവിടെയൊക്കെ പൊതുദർശനത്തിനായി സൗകര്യം ഒരുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ കൂടിയാലോചിച്ച് വരികയാണ്. തീർച്ചയായും ഉമേഷ്, ഈ കൂടുതലും അവിടെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എല്ലാവരും ഏതാണ്ട് ബന്ധുക്കളുടെയും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെയൊക്കെ മുന്നിലാണ് വെടിയേറ്റ് മരിച്ചു വീണത്. രാമചന്ദ്രനും അത്തരത്തിലൊരു ദുരവസ്ഥയിലാണ് ജീവൻ നഷ്ടമാകുന്നത്, അല്ലേ? അതെ, ഈ തിങ്കളാഴ്ചയാണ് ഇവിടെ നിന്ന് പോയത്. അതിനുശേഷം ഇന്നലെയാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. തീരെ പ്രതീക്ഷിക്കാതെ ആയിരുന്നു. ആ സമയത്ത് ഈ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് രാമേന്ദ്രനും ആ സ്ഥലത്തുണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടാകാൻ കാരണമായത്. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനെ തീവ്രവാദികൾ, ഈ തോക്കേന്ത്യ തീവ്രവാദികൾ നേരിട്ട് ഒക്കെ ചെയ്തത്. എന്താണ് സംഭവിക്കുന്നതെന്നത് പോലും പലർക്കും ആ സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതീവ ദുഃഖകരമായ സംഭവം, വലിയ നടുക്കം ഉണ്ടാക്കിയ സംഭവം ഒക്കെയാണ്. ഒരിക്കലും ഈ അയൽവാസികളൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു ദുരന്തം അദ്ദേഹത്തിന് നേരിടേണ്ടി കരുതിയതല്ല. ഇപ്പോഴും ഈ രാത്രിയാണ് ഈ വിവരം അറിഞ്ഞത്. അതുകൊണ്ട് ആ സമയത്ത് ഈ വാർത്തയൊക്കെ ശ്രദ്ധിച്ചവർ മാത്രമേ അദ്ദേഹത്തിൻ്റെ വിയോഗം അപ്പോൾ അറിഞ്ഞിട്ടുള്ളൂ. പുലർച്ചെ അറിഞ്ഞവരുണ്ട്, രാവിലെ വാർത്ത കണ്ടറിയുന്നവരുണ്ട്, അതല്ല രാത്രി തന്നെ നേരിട്ട് ഈ കാര്യം അറിഞ്ഞവരുണ്ട്. അങ്ങനെ ഓരോ സമയത്താണ് ഈ ദുഃഖമുണ്ടാക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. അറിഞ്ഞ ഓരോരുത്തരും ഈ വീട്ടിലേക്ക് വന്നു പോവുകയാണ്. ഇവിടെ ഇപ്പോൾ തീർച്ചയായും ഉമേഷ്, എന്തായാലും രാജ്യത്തെ നടുക്കിയ ആ ഭീകരാക്രമണം, അതിൽ മലയാളി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. രാമചന്ദ്രൻ്റെ വീട്ടിൽ നിന്നാണ് ഉമേഷ് വിവരങ്ങൾ നൽകി വരുന്നത്.